മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുൻ സർക്കാർ 262 കോടി വകമാറ്റിയെന്ന് CAG. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനാണ് വകമാറ്റിയത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയാണെന്നും നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ CAG വ്യക്തമാക്കുന്നു. 2024-25 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് വ്യക്തമാക്കുന്നത്. CMDRFിലെ 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി തിരിച്ചെടുത്തു. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാൻ ഇത് കാരണമായി. പദ്ധതികൾ, പലിശ അടവുകൾ, റീഫണ്ട് കേസുകൾ, നാഷണൽ പെൻഷൻ സ്കീം ഉൾപ്പെടെ 3511.62 കോടിയുടെ നിറവേറ്റാത്ത ബാധ്യതകളും പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായെന്ന് CAG. 45 ഗ്രാന്റുകൾ നൽകിയ വകയിൽ 2016 മുതൽ 2024 വരെ ഉണ്ടായത് 2629.79 കോടി രൂപയുടെ അധിക ചിലവ്. വിദേശ മദ്യ നിർമ്മാണത്തിൽ അലംഭാവവും നികുതി ഈടാക്കുന്നതിൽ വീഴ്ചയും സംഭവിച്ചു. നഷ്ടം 71 കോടി. പറമ്പിക്കുളം ആളിയാർ പദ്ധതിക്ക് അനുവദിച്ച ഭൂമിയുടെ ലൈസൻസ് ഫീസ് തമിഴ്നാട് സർക്കാരിൽ നിന്ന് ഈടാക്കിയില്ല. സർക്കാരിന് നഷ്ടം 1,70 ലക്ഷം രൂപ. പാട്ടവാടക പരിഷ്കരിക്കാത്തതുമൂലം പാട്ടക്കാരനിൽ നിന്നും പാട്ടത്തുക പിരിച്ചെടുത്തില്ല. നഷ്ടം 37 കോടി. കണക്കുകൾ ഇങ്ങനെ പോകുന്നു. ഇക്കാലയളവിൽ കേന്ദ്ര സഹായത്തിൽ 42% കുറവ് വന്നെന്നും CAG റിപ്പോർട്ടിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.